എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് എല്ലാം കഴിഞ്ഞ് ശാന്ത സമാധാനമായി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അതായത് പീറ്റ് ഇപ്പൊ അവന്റെ ഉള്ളിലെ ഡീമണെ അവൻ തന്നെ കൺട്രോളിലാക്കി. ആൻഡ് നിറനോട് പീറ്റ് ചോദിക്കുന്നുണ്ട്, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാമെന്ന്. അപ്പൊ നമ്മുടെ നിറൻ പറയുന്നുണ്ട്, ഇന്ന് നീ ഒരുപാട് സ്ട്രെസ് എടുത്തു, സോ നീ എന്താ ഇന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങിക്കോ, നമുക്കിനി നാളെ മാത്രമേ വർക്കുള്ളൂ, ഞാൻ വീണ്ടും എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം, ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ പണി നമ്മുടെ തീർന്നു കിട്ടിയത്. ആൻഡ് ആ ടൈമിൽ നമ്മുടെ നിറനാണെങ്കിൽ ഫോണിൽ ആർക്കോ മെസ്സേജ് അയക്കുന്നുണ്ട്. അത് ആർക്കാന്ന് വെച്ചാൽ അന്നൊരു 2 കപ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, എന്തോ ഒരു പൂജ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം സെറ്റാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിറൻ അവർക്ക് മെസ്സേജ് അയക്കുകയാണ്. ദെൻ പീറ്റിനോട് നിറം പറയുന്നുണ്ട്, നീ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിറം താഴേക്ക് പോകുന്നുണ്ട്. പീറ്റ് ആണെങ്കിൽ സമാധാനത്തോടെ അവിടെ കിടക്കുന്നുണ്ട്. അതിനോട് കിടക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നുണ്ട്, പീറ്റിന് എല്ലാ സൗണ്ട് കേൾക്കാം. താഴത്തെ നിലയിലെ ആൾക്കാരിരുന്ന് വർത്താനം പറയുന്ന സൗണ്ട്, ഈവൻ വെള്ളത്തിനിടയിലുള്ള ഡോൾഫിന്റെ സൗണ്ട്, എന്നധികം പറയുന്നു സ്പേസിലുള്ള കാര്യങ്ങൾ പോലും നിറനല്ല പീറ്റിന് ഇപ്പോൾ നല്ല വൃത്തിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് അങ്ങനെ സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന പീറ്റിനെ കാണിച്ചുകൊണ്ട് ആ സീൻ അവിടെ കട്ട് ചെയ്യുവാണ്. അടുത്ത സീനിൽ നമ്മളെ താഴെ ആ വീട്ടിലുള്ള ആൾക്കാരെയാണ് കാണിക്കുന്നത്. ഈ ആൾക്കാരിൽ അവിടെ നിന്ന് പല പരിപാടിയാണ്. അതായത് പീറ്റിന്റെ കൂട്ടുകാരായിട്ടുള്ള 3 ഫ്രണ്ട്സ് അവന്മാർ അവിടെ നിന്ന് എന്തൊക്കെയോ ഗെയിം കളിക്കുന്നു. ബാക്കി ചെണ്ടകൊട്ടുന്ന ആ ഒരു പെണ്ണും ആ ഒരു ബുദ്ധിജീവിയും പിന്നെ ആ കുടിക്കുന്ന ആ ഒരു അമ്മാവനും അവരെല്ലാം കൂടെ അവിടെ ഒന്നിച്ചിരുന്ന് കുടിക്കുന്നു. പെണ്ണ് കുടിക്കുന്നില്ല, ബാക്കി 2 പേരും അവിടെ ഇരുന്നിട്ട് കുടിക്കുകയാണ്. ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ നിറൻ എന്തോ പരിപാടി ചെയ്യുവാണോ കുറെ പാവയ്ക്കകത്ത്. ആ ടൈമിൽ നിറന്റെ ചേച്ചി വരുന്നുണ്ട്, വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇത് എന്തിനുള്ള പരിപാടിയാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എനിക്ക് മുന്നേ 2 കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, 2 കപ്പിൾസ്, അവർക്ക് വേണ്ടി ചെയ്യാനുള്ള റിച്വലിന്റെ സാധനങ്ങളാണെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ഈ ചേച്ചി ചോദിക്കുന്നുണ്ട്, നിനക്ക് കിട്ടുന്ന പൈസയൊന്നും പോരെ, ഇതൊക്കെ നീ എവിടെയാ കൊണ്ട് വെക്കുന്നത്, ഇപ്പൊ തന്നെ എത്രയോ മില്യന്റെ കച്ചവടമാണ് നമ്മൾ നടത്തുന്നത്, അതിന്റെ കൂടെ തന്നെ ഈ പൈസയും കൂടെ. ആൻഡ് നീ നടക്കുന്നതോ പഴയ ഡ്രസ്സ്, പഴയ വീട്, പഴയ കാറ്, ഒന്നും നീ പുതിയതായിട്ടൊന്നും മേടിക്കുന്നുമില്ല, ഈ പൈസയൊക്കെ നീ എന്ത് ചെയ്യും? ആൻഡ് ഇവരൊന്നും മിണ്ടുന്നില്ലേ. ആ സമയത്ത് ഈ ചേച്ചി തന്നെ പറയുന്നുണ്ട്, ഞാൻ പൊളിറ്റിക്സിലാണ് ഇറങ്ങിയിരിക്കുന്നത്, എനിക്ക് പൈസയും കിട്ടും, ഓൾസോ എന്താണ് ഞാൻ നമ്മുടെ നാടിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് എന്താ ഹെവൻ ഒരിക്കലും എനിക്ക് എതിരായിരിക്കും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ നിറൻ പറയുന്നുണ്ട്, സ്നേഹിക്കുന്ന 2 പേരെ തമ്മിൽ പിരിക്കാതെ ഒരുമിപ്പിച്ച് നിർത്തുന്നത് ഹെവൻ ഒരിക്കലും തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ല, സോ ഹെവൻ എന്റെ കൂടെ ഉണ്ടാവും, ഹെവൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് ഒരിക്കലും, അതായത് ഇവർ ഈ ഹെവൻ നേച്ചർ അതിനിടയ്ക്കുള്ള ശക്തികളെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണല്ലോ, സോ ഇതൊരിക്കലും അതിനെതിരായിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചേച്ചി പറയുന്നുണ്ട്, നിന്നോട് തർക്കിച്ച് ജയിക്കാൻ ഞാൻ എന്തായാലും ഇല്ല. ആൻഡ് നിനക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ഈ ഒരു ക്യുൻലങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ശക്തി, ഇവരിപ്പോ പിടിക്കാൻ പോകുന്ന ഒരു ശക്തി, അതിനെ തോപ്പിക്കാൻ പറ്റുമെന്ന്? ആൻഡ് ഇവരുടെ കൂടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പൊ അറിയാലോ, വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല ഇവരുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ നിറൻ പറയുന്നുണ്ട്, നമ്മൾ ഇവരിൽ വിശ്വാസം അർപ്പിക്കുക, ഇവരെല്ലാവരും സെറ്റാക്കും. അപ്പം നമ്മുടെ ചേച്ചി എടുത്ത് ചോദിക്കുന്നുണ്ട്, എക്സ്പെഷ്യലി പീറ്റ് അല്ലേ, കാരണം പീറ്റാണ് ഇവരുടെ ഒരു നടുക്കഷ്ണം എന്ന് പറയുന്ന സാധനം, അവനിലാണ് ഇവർ ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കേണ്ടത്. ദെൻ ഇവിടെ കഴിഞ്ഞിട്ട് നമ്മളെ നേരെ കാണിക്കുന്നത് ആ 3 പേരിരിപ്പുണ്ടല്ലോ, ചെണ്ട കൊട്ടുന്ന പെണ്ണ്, പിന്നെ മറ്റേ നമ്മുടെ ബുദ്ധിജീവി, പിന്നെ മറ്റേ കുടിക്കുന്ന ആ അപ്പച്ചനല്ല അങ്കിള്. അപ്പോൾ ഇവരിൽ ആ ബുദ്ധിജീവി അങ്കിള് നല്ലോണം കുടിക്കുന്നുണ്ട്, ഈ പുള്ളിക്കാരത്തി കുടിക്കാണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ട്, അതായത് ഇപ്പോഴത്തെ പിള്ളേർ ഗെയിമിലേക്ക് അഡിക്റ്റായി, ഉമ്മാർക്കൊക്കെ വന്ന് 2 അടിച്ചൂടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പെണ്ണ് പറയുന്നുണ്ട്, ഞാൻ ഇതുപോലെ കുടിക്കുന്ന എൻ്റെ അപ്പനെ കണ്ടാണ് വളർന്നത്, അയാൾ വെറും അലമ്പായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരും അതനുസരിച്ച് അതിൻ്റെതായ ഒരു ടോക്കിന്റെ ഇടയ്ക്ക് നമ്മുടെ ബുദ്ധിജീവി ആണെങ്കിൽ കുടിച്ച് ഫിറ്റ് ആയിട്ട് അവിടെ വീഴുന്നുണ്ട്. ആ ടൈമിൽ അവനെ വിളിച്ചെണീപ്പിക്കാൻ നോക്കുമ്പോൾ അവൻ എണീക്കുന്നില്ല. അപ്പൊ നമ്മുടെ ഈ അങ്കിളാണെങ്കിൽ പറയുന്നുണ്ട്, ആഹാ ഇനി അവനെ വിളിച്ചിട്ട് കാര്യമില്ല, അവന്റെ കൺട്രോൾ പോയി കുടിച്ച് ബോധമില്ലാണ്ട് കിടക്കുവാണെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞ പാടെ പെട്ടെന്ന് അയാൾക്ക് എന്തോ ഓർമ്മ വന്നിട്ട് അയാൾ എന്റെ ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട്. ആ ടൈമിൽ പിള്ളേരെല്ലാം ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് എന്ത് പറ്റി അങ്കിൾ എന്ന് ചോദിക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പീറ്റാണെങ്കിലും പൂർവാധികം ശക്തിയോടെ അവിടെ ഉയർത്തി എഴുന്നേറ്റ് നിൽക്കുകയാണ്. പീറ്റിന്റെ കണ്ണിന്റെ കളറൊക്കെ മാറി, അതായത് അവന്റെ ഉള്ളിലെ ഡീമൺ ആണെങ്കിൽ ഇപ്പൊ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പുറത്ത് നിറനും നമ്മുടെ ചേച്ചിയാണെങ്കിൽ പുറത്തുനിന്ന് അകത്തേക്ക് കയറി വരുവാണ്. ആ ടൈമിൽ ഈ അങ്കിൾ ഓടി വന്നിട്ട് പറഞ്ഞു, എടാ എല്ലാം കയ്യിൽ നിന്ന് പോയി, അവൻ ഉറങ്ങുന്നതിന് മുമ്പ് എന്തോ ഒരു മന്ത്രം പോലത്തെ സാധനം ജപിച്ച് അവന്റെ അടുത്ത് കിടത്തണം, എന്നിട്ട് മാത്രമേ അവൻ ഉറങ്ങാൻ വിടാവുള്ളൂ, അവൻ ഉറങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ നിറനാണെങ്കിൽ പീറ്റ് ഉറങ്ങുന്ന കണ്ടിട്ടാണ് താഴേക്ക് വന്നത്. നിറനാണെങ്കിൽ ഉറങ്ങി എന്ന് പറയുന്നതിന് മുമ്പ് നമ്മുടെ പീറ്റ് നേരെ പുറത്തേക്ക് ഇറങ്ങി വരുവാണേ. പുറത്തേക്ക് ഇറങ്ങി വരുന്നത് പീറ്റിന്റെ ഉള്ളിലെ ഡെമൺ എന്ന് പറയുന്നത് ഒരു കുരങ്ങനാണല്ലോ, അതിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജിലാണ് ഇവൻ പുറത്തേക്ക് വരുന്നത്. നേരെ സ്റ്റെയറിന്റെ മുകളിൽ കയറി സ്റ്റെപ്പ് ഇറങ്ങാണ്ട് ഡൈവ് ചെയ്ത് ചാടിയാണ് താഴേക്ക് നിൽക്കുന്നത്. സോ ഇവന്റെ ഫ്രണ്ട്സിന് മുമ്പിലേക്കാണ് ഇവൻ വന്ന് ചാടി നിൽക്കുന്നത്. ആൻഡ് ഇവിടെ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്, എടാ നിനക്ക് ആ സ്റ്റെപ്പ് ഇറങ്ങി വന്നാൽ പോലെ എന്തിനാണ് ഇതിന്റെ മണ്ടേന്ന് ചാടി വരുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പീറ്റ് അവരുടെ നേരെ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ആ ടൈമിൽ ഫ്രണ്ട്സിന് മനസ്സിലായി ഇത് പീറ്റ് അല്ലാന്ന്. അപ്പൊ ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഇത് പീറ്റ് അല്ലെന്ന്. അപ്പൊ നമ്മുടെ അങ്കിൾ പറഞ്ഞിട്ട് പിടിയടാ അവനെന്ന്, എന്നെയോ ഇന്നോ തിങ്കളാഴ്ചയോ വെള്ളിയാഴ്ച ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പീറ്റ് അവന്മാരെല്ലാം അടിച്ചിടുന്നുണ്ട്. ആൻഡ് അടിച്ചിട്ടിട്ട് നമ്മൾ ഇവന്മാരെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അങ്കിൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അയാളുടെ കയ്യിലുള്ള കുപ്പി ഗ്ലാസ് എടുത്തിട്ട് അവന്റെ തലക്കിട്ടെറിയുന്നുണ്ട്. അപ്പൊ എറിഞ്ഞപ്പോ ഈ നമ്മുടെ പീറ്റ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നു.
ആ ടൈമിൽ പെട്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് ഞാനല്ലത് ഈ നിറനെ അറിഞ്ഞെന്ന് പറഞ്ഞിട്ട് നിറനെ നേരെ അയച്ചു വിടുന്നുണ്ട്. നിറനാണെങ്കിൽ ഞാനോ കള്ളക്കളവാ, കറക്റ്റ് സമയം വന്നപ്പോൾ ഒറ്റയല്ലേ എന്ന രീതിയിൽ നമ്മൾ നിറഞ്ഞിരിക്കുന്നു. ആൻഡ് പീറ്റ് നേരെ ഇവർ നേരെ ഓടി വന്നിട്ട് നിറനെ ഒന്നും ചെയ്യുന്നില്ല, പകരം നേരെ പുറത്തേക്ക് ഇറങ്ങി ഓടുക ചെയ്യുന്നത്. ആൻഡ് ഇവർ പുറകെ പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ പീറ്റിന്റെ ഉള്ളിൽ ഇപ്പൊ അവർ കുരങ്ങൻ പോലത്തെ സാധനമാണല്ലോ, അത് മതിലൊക്കെ ചാടി കടന്ന് അങ്ങ് പറന്നങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പറഞ്ഞല്ല, അങ്ങ് തുള്ളി ഓടി അങ്ങ് പോവുക ചെയ്യുന്നത്. ആൻഡ് ഇതിനെ ഇനി എന്ത് ചെയ്യും, എന്താ ഇതിപ്പോ പറ്റിയെന്ന് നമ്മൾ നിറം ചോദിക്കുമ്പോൾ ഈ അങ്കിള് പറയുന്നുണ്ട്, അതായത് ഒരു മന്ത്രം ജപിച്ചിട്ട് കെട്ടിയിട്ട് വേണം അവൻ ഇവനെ ഉറക്കാൻ, അല്ലെങ്കിൽ അവന്റെ ഉള്ളിലെ ആ ഒരു ഡീമൻ പുറത്തു വരും. ഇപ്പൊ ഇതാണ് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ നിറം പറഞ്ഞു, താൻ എന്തുവാണോ ഇത്, തനിക്ക് നേരത്തെ ഒന്നും ഒഴിഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാനത് മറന്നുപോയി, എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല, ഇനിയിപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല, വേറെ എന്തെങ്കിലും ചെയ്യാൻ പറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ പീറ്റിന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ അവനെ പോയി പിടിക്കാം, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഇവിടെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സ് നേരെ നമ്മുടെ പീറ്റിന്റെ പുറകെ പോകുന്നുണ്ട്. ആൻഡ് ഇപ്പുറത്ത് നമ്മുടെ നിറനാണെങ്കിൽ എന്തോ തീരുമാനിച്ച് വീടിനകത്തേക്ക് ഓടുന്നുണ്ട്. ആൻഡ് ഓടിയിട്ട് അവനാണെങ്കിൽ 2 പാവ, നേരത്തെ ആ ഒരു കപ്പിൾസിന് വേണ്ടി റിച്വൽ ചെയ്യാൻ വെച്ചിരുന്ന 2 പാവയും കുറച്ച് നൂലും എടുത്തുകൊണ്ട് നമ്മുടെ നിറൻ പോകുന്നുണ്ട്. ആൻഡ് അവനോട് ചെയ്യുന്ന റിച്വൽ എന്താണെന്ന് നമ്മൾ ഇപ്പൊ കാണിക്കുന്നില്ലേ, എന്തൊക്കെയോ പാവയിലും നൂലിലൊക്കെ ഇങ്ങനെ കോർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പുറത്താണെങ്കിൽ പീറ്റിന്റെ ഫ്രണ്ട്സ് പീറ്റിന്റെ ബാക്കിൽ ഓടുവാണ്. ആൻഡ് ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഇവർ പീറ്റിനെ പിടിച്ചു. പക്ഷെ പീറ്റിന്റെ ശക്തി ഇപ്പൊ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, പീറ്റ് എല്ലാത്തിനും തൂക്കി എറിയുവാണ്, അടിച്ചങ്ങ് ഇഞ്ച പരുവാക്കുവാണ്. ആ ടൈമിൽ അങ്ങ് എത്തിയപ്പോൾ നമ്മുടെ നിറൻ പെട്ടെന്നൊരു നൂല് പിടിച്ച് വലിക്കുന്നു. പീറ്റിന്റെ ശരീരത്തിൽ നിന്ന് ആ ഒരു ശക്തി പോയി പീറ്റ് അവിടെ ബോധം കെട്ട് വീഴുന്നു, അവിടെ കൊണ്ട് ബ്ലാക്ക് ഔട്ട് ആക്കുവാണ്. അടുത്ത സീനിൽ നമ്മുടെ പീറ്റിനെ വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്. ആൻഡ് പീറ്റിന്റെ ഫ്രണ്ട്സിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുക. പീറ്റ് എഴുന്നേൽക്കുന്നുണ്ട്. എഴുന്നേൽക്കുമ്പോഴേ പീറ്റ് കാണുന്നത് ആരുടെയോ കയ്യിൽ നിന്ന് തല്ലും കൊണ്ട് മേത്ത് ഫുള്ള് മുറിവായിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സിനെയാണ്. ആൻഡ് അവരോട് ചോദിക്കുന്നുണ്ട്, നീയൊക്കെ ആരുടെ വയലാണ് ചെന്നപ്പെട്ട് ആരാടെ നിന്നെ ഇടിച്ച് ഇമ്മാതിരി ആക്കി വെച്ചെന്ന് ചോദിക്കുമ്പോൾ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, കാലമാടാ, നീ തന്നെയാണ് ഞങ്ങൾ ഈ പരുവാക്കിയെന്ന്. അപ്പൊ പീറ്റാണെങ്കിൽ ഞാനോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ചേച്ചി വന്നിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതായത് ഉറങ്ങുന്നതിന് മുമ്പ് നിനക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് തരാത്തത് കൊണ്ട് നിന്റെ ഉള്ളിലെ ആ ഒരു കുരങ്ങ് പോലത്തെ സാധനം ആ ഒരു ചെറുത്താൻ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ അത് ഒപ്പിച്ച് വെച്ച പണിയാണിത്. അപ്പൊ നമ്മുടെ പീറ്റ് ചോദിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ ഇനി എപ്പോഴും ഉറങ്ങുമ്പോൾ ഇതുപോലത്തെ ഓരോ പൂജകർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വേണോ കിടന്ന് ഉറങ്ങാൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ചേച്ചി പറയുന്നുണ്ട്, വേണ്ട, ഇനി മുതൽ അതിന് ആവശ്യമില്ല, കാരണം നമ്മുടെ നിറൻ ഒരു സോൾ ബോണ്ടിങ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിപ്പുറത്ത് നമ്മുടെ നിറനെ കാണിക്കുന്നുണ്ട്. നിറനാണെങ്കിൽ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട്. നിറൻ അവന്റെ കയ്യിലേക്ക് നോക്കുമ്പോൾ അവന്റെ കയ്യിൽ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ത്രെഡ് ഇങ്ങനെ ഗ്ലോ ആവുന്ന നമുക്ക് കാണാൻ പറ്റും. അതിന് ഇപ്പുറത്ത് നമ്മുടെ ചേച്ചി ഇങ്ങനെ കാര്യം പറയുവാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ 2 ആത്മാക്കളെ തമ്മിൽ ബോണ്ട് ചെയ്തേക്കുവാണ്. അതായത് ഇപ്പം നമ്മുടെ പീറ്റിന്റെ ഫേറ്റ് എന്താണോ അവന്റെ അത് തന്നെയായിരിക്കും നമ്മുടെ നിറന്റെ. അതായത് ചുരുക്കം പറഞ്ഞാൽ പീറ്റ് ഇപ്പം മരിച്ചു പോയാൽ നമ്മുടെ നിറനോടെ മരിക്കും, അല്ലെങ്കിൽ നിറൻ എന്തെങ്കിലും അപകടം പറ്റിയാൽ ഇവിടെ ഇപ്പുറത്ത് നമ്മുടെ പീറ്റിനും അതേ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അങ്ങനെ ഒരു ആത്മാക്കളെ തമ്മിൽ ബോണ്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ആൻഡ് നമ്മുടെ ചേച്ചി ഓൾറെഡി പറയുന്നു. അപ്പൊ ഇവ നമ്മുടെ പീറ്റ് ചോദിക്കുന്നുണ്ട്, ഇതും കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇത് ഓക്കെ ആണോ എന്ന്. അപ്പൊ ചേച്ചി പറയുന്നുണ്ട്, ഓക്കെ ആണെന്ന് ചോദിച്ചാൽ ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഭാവിയിൽ ഇനി എങ്ങനെയാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആൻഡ് ഇത്രയും കൊല്ലമായിട്ട് എനിക്ക് നിറനെ അറിയാം, അവൻ ആർക്കും വേണ്ടിയും ഇതുവരെ സ്വന്തം ലൈഫ് റിസ്ക് ചെയ്ത് ഒരു പരിപാടി ചെയ്തതായിട്ട് ഞാൻ എൻ്റെ അറിവിലില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ പീറ്റിന്റെ കയ്യിലേക്ക് നോക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ കാണിക്കുന്നുണ്ട്, അതായത് അവന്റെ കയ്യിൽ നിന്നും അതേ ആ ഒരു ഇൻവിസിബിൾ ത്രെഡ് ഇങ്ങനെ ഗ്ലോ ആയിട്ട് നേരെ പോയി ചെന്ന് അവസാനിക്കുന്നത് നമ്മുടെ നിറന്റെ കയ്യിലാണ്. അതായത് ഒരു റെഡ് ത്രെഡിന്റെ ഒരു മിസ്റ്ററി ഇല്ലേ, അതുപോലത്തെ ഒരു സാധനം, ഒരു മിത്ത് ഉണ്ടല്ലോ അതുപോലത്തെ. അതായത് 2 സോൾസിനെ തമ്മിൽ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ത്രെഡ് അവിടെ അവർ ബോണ്ട് ചെയ്തേക്കുവാണ്. ദെൻ ഇവിടുന്ന് സീൻ കട്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ നേരെ നമ്മുടെ നിറനല്ല പീറ്റ് എഴുന്നേറ്റ് അവന്റെ ഫ്രിഡ്ജിൽ നിന്ന് ഓരോ ജ്യൂസ് എല്ലാം എടുത്ത് കുടിച്ചിങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ നിറൻ അവിടെ ഇരുന്നിട്ട് കുറച്ച് മുറിവിനൊക്കെ മരുന്ന് വെക്കുവാണ്. നമ്മുടെ പീറ്റ് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇന്നലെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, ഇതിപ്പോ എന്ത് പറ്റി നിറന്ന് ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന്, നിറനോ, എടാ മണ്ട, ഞാൻ നിന്റെ ഫ്രണ്ട് ജാക്കാന്ന്. ആക്ച്വലി അത് ഇന്നലെ അവൻ തല്ലി ഓടിച്ചതിൽ അവന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നേ. ആൻഡ് അവൻ പറയുന്നുണ്ട്, ഞാനിപ്പോ നിന്റെ നിറനായിട്ടാണല്ലോ കണ്ടേ, അപ്പൊ എടാ നിനക്ക് വയ്യടാ, എനിക്ക് പോടാ എന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് നിറനിരുന്നിട്ട് വീണ്ടും വേറെന്തോ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവൻ ഓടി അവന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എന്റെ പൊന്നു നിറനെ, എനിക്ക് അവനെ കണ്ടിട്ട് നിന്നെ പോലെ തോന്നിയെന്ന്. അപ്പൊ ഇപ്പൊ അവൻ ചെന്നിരിക്കുന്നവനും പറഞ്ഞു, നിറനോ, എടാ സുഖമില്ലേടാ, ഞാൻ നിന്റെ ഫ്രണ്ടടാ, നിറനല്ല. അപ്പൊ അത് അവന്റെ 2ാമത്തെ ഫ്രണ്ട് ആയിരുന്നു. ഇവൻ നോക്കുമ്പോൾ നിറൻ പുറത്തുനിന്ന് അകത്തേക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പീറ്റ് ഓടിപ്പോയിട്ട് അവന്റെ അടുത്ത് പോകുമ്പോഴത്തേക്കും നിറൻ തന്നെ വിളിക്കുമ്പോഴത്തേക്കും അവനും പറയുന്നുണ്ട്, നിറനോ, എടാ നീ ഞങ്ങളെ എല്ലാവരും എടുത്തിട്ട് ഇടിച്ചത്, അല്ലാണ്ട് നിന്റെ തലയ്ക്ക് ഇടിയൊന്നും കിട്ടിയിട്ടില്ലോ, നീ എന്താ ഇങ്ങനെ മണ്ടത്തരം പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് നിറനല്ല, അത് അവന്റെ 3ാമത്തെ ഫ്രണ്ടാണ്. എന്നിട്ട് ഇവൻ ആകെ കൺഫ്യൂഷൻ ആയിട്ട് ഇപ്പൊ ഇവൻ നോക്കുമ്പോൾ എല്ലാവരും അവനവന്റെ ഫ്രണ്ട് ആയിട്ട് തന്നെയാണ് കാണുന്നത്. എന്നിട്ട് ഇവൻ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പുറത്തേക്ക് ഓടുവന്ന്. ആൻഡ് ഇവന്റെ ഫ്രണ്ട്സ് ഇവന് ഇനി എന്ത് തേങ്ങ ഒപ്പിക്കാൻ പോകാന്നുള്ള രീതിയിൽ അങ്ങ് പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് അവിടെ സീൻ കട്ട് ചെയ്യുവാണ്. അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പീറ്റ് നേരെ ഓടിയെത്തുന്നത് നിറന്റെ അടുത്തേക്ക് തന്നെയാണ്. നിറനാണെങ്കിൽ ഒരു കായലിന്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ പീറ്റിന് ചെറിയ ഡൗട്ട് ഉണ്ട്, നിറൻ എന്ന് വിളിച്ച് അവൻ തന്നെയാണോ എന്ന് കൺഫേം ആക്കിയിട്ടാണ് അവനോട് സംസാരിക്കുന്നത്. അപ്പൊ നിറൻ പറയുന്നുണ്ട്, എന്താണ് അതിന്റെ പ്രശ്നം എന്താന്ന് ചോദിക്കാൻ പറയുന്നുണ്ട്, എടാ ഞാൻ ആ വീട്ടിൽ ആരെ കണ്ടാലും നിന്നെ പോലെ ഇരിക്കുന്നു, അതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നിറം പറയുന്നുണ്ട്, അത് ഞാൻ ഇന്നലെ ചെയ്ത റിച്വലിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്, പേടിക്കേണ്ട, കുറച്ച് നേരത്തിനുള്ളിൽ അത് മാറിക്കോളും എന്ന് പറയുന്നുണ്ട്.
ആൻഡ് നമ്മുടെ പീറ്റിനാണെങ്കിൽ എന്തൊക്കെയോ സംശയമുണ്ട്. എന്നിട്ട് പീറ്റ് ചോദിക്കുന്നുണ്ട്, അല്ല ആ ഒരു റിച്വല് അത് എന്ന് പറഞ്ഞ് ചോദിക്കാൻ വരുമ്പോൾ നമ്മുടെ നിറൻ പറയുന്നുണ്ട്, നിന്നോട് ചേച്ചി ഒന്നും പറഞ്ഞില്ലേ, കാര്യങ്ങളൊക്കെ ചേച്ചി പറഞ്ഞു കാണുമല്ലോ. അപ്പം ആ ചേച്ചി പറഞ്ഞു, അല്ല ഇത് നമ്മൾ തമ്മിൽ. അപ്പം നമ്മൾ നിറൻ ചോദിക്കുന്നുണ്ട്, നമ്മൾ തമ്മിൽ എന്തോന്ന്. അങ്ങനെയല്ല, ഇത് കപ്പിൾസിന് ചെയ്യുന്ന ഒരു റിച്വൽ ആണല്ലോ, സോ ഇനി നമ്മൾ തമ്മിൽ വല്ല ഫീലിങ്സും വളർത്തിയെടുക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നിറം പറയുന്നുണ്ട്, മണ്ട അടിച്ച് ഞാൻ പൊളിക്കും, നീ വിചാരിക്കുന്ന സംഭവമൊന്നുമല്ല, കപ്പിൾസും നിർബന്ധമൊന്നുമില്ല, രണ്ട് ആത്മാക്കളെ തമ്മിൽ ബോണ്ട് ചെയ്യുന്നതാണ്. അത് കപ്പിൾസും ചെയ്യും, സ്നേഹിക്കുന്നവരും ചെയ്യും, ഈവൻ എനിമീസും ചെയ്യും. അപ്പോൾ അത് അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പീറ്റ്, ഓ അങ്ങനെയാണോ, എന്നാൽ കുഴപ്പമില്ല. ആൻഡ് ഓൾസോ നമ്മുടെ പീറ്റ് ചോദിക്കുന്നുണ്ട്, അല്ല ഇനിയിപ്പോൾ എനിക്ക് വല്ലതും പറ്റിയാലും നിനക്കും അത് തന്നെ സംഭവിക്കൂലേ. അപ്പം നമ്മൾ നിറം പറയുന്നു, യെസ് അത് സംഭവിക്കും, എനിക്കിപ്പോഴേ മരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് നല്ല രീതിയിൽ ജീവിച്ചാൽ നിനക്ക് കൊള്ളാം എന്ന് നമ്മുടെ നിറം പറയുന്നുണ്ട്. നിറം എല്ലാം ഇങ്ങനെ കൂളായിട്ടാണ് സംസാരിക്കുന്നത്. ആൻഡ് ആ ടൈമിൽ നമ്മുടെ പീറ്റ് പറയുന്നുണ്ട്, താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ, അവനെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ നന്ദിയെല്ലാം പറയുന്നുണ്ട്. സോ ഇവരിങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ട് അവിടെ ആ ഒരു സീൻ കട്ട് ചെയ്യുവാണ്. അടുത്ത സീനിൽ രാത്രിയാണ് കാണിക്കുന്നത്. നമ്മുടെ നിറനാണെങ്കിൽ ഇവരുടെ റൂം ആണെങ്കിൽ ഒരു ടേപ്പ് വെച്ച് തിരിച്ചേക്കുമായിരുന്നല്ലോ, ആ ടേപ്പെല്ലാം വലിച്ചു പെറുക്കി കളയുവാണ്. അപ്പം നമ്മുടെ പീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് വന്നേ. അപ്പം നിറം പറയുന്നുണ്ട്, ഇനി ഇതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പീറ്റ് പറയുന്നുണ്ട്, ശരിയാണ്, ഇപ്പം നമ്മൾ നമ്മുടെ ആത്മാക്കളെ വരെയാണ് ഷെയർ ചെയ്യുന്നത്, അത് വെച്ച് നോക്കുമ്പോൾ ഒരു റൂം ഷെയർ ചെയ്യുന്നത് വലിയ കാര്യമൊന്നുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ പീറ്റ് ആണെങ്കിൽ താങ്ക്സും പറയുന്നുണ്ട് നമ്മുടെ നിറനോട്. ആ ടൈമിൽ നമ്മുടെ നിറം പറയുന്നുണ്ട്, നീ ഇപ്പം എന്നോട് താങ്ക്സ് ഒന്നും പറയണ്ട, ആ താങ്ക്സ് നീ സേവ് ചെയ്ത് വെച്ചോ, ഒരു കാലത്ത് നമുക്ക് രണ്ടുപേർക്കും തോന്നരുത് നമ്മൾ രണ്ടുപേരും കാണിച്ചത് മണ്ടത്തരമാണെന്ന്. സോ ആ ഒരു രീതിയിലുള്ള പ്രവർത്തികൾ, കാരണം ഒരാൾക്കൊരു അബദ്ധം പറ്റിയാൽ ഇപ്പം രണ്ടുപേരുടെയും ആത്മാക്കൾ ഷെയറിംഗ് ആണല്ലോ, ഒരാൾ മരിച്ചാൽ മറ്റേ ആൾ മരിക്കുമല്ലോ, ഒരാൾക്കൊരു അപകടം പറ്റിയാൽ മറ്റേ ആൾക്കും പറ്റും. സോ ഈ ചെയ്തൊരു പരിപാടി ഒരു നഷ്ടമാണ് എന്നൊരിക്കലും തോന്നാത്ത രീതിയിൽ വേണം നമ്മൾ ജീവിക്കാനെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ പീറ്റ് ആ ഓക്കെ എന്നും പറയുന്നുണ്ട്. ബട്ട് നമ്മുടെ നിറനാണെങ്കിൽ പീറ്റിന് എന്തൊക്കെയോ സംശയങ്ങളാണെന്ന് നിറന് മനസ്സിലായി. നിറനിത് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് അറിയില്ല. അതിൻ്റെ കുറച്ച് നിറം പറയുന്നുണ്ട്, ഈ ചെയ്തതൊരു മണ്ടത്തരമാണ്, എനിക്ക് ഇതുവരെ തോന്നുന്നില്ല എന്ന് നമ്മൾ നിറം പറയുന്നുണ്ട്. ആ കൂടെ നമ്മുടെ നിറമിന്റെ കൺഫ്യൂഷൻ ഉണ്ട്, കാരണം പീറ്റ് ഇത് വേറെ രീതിയിൽ എടുക്കുമോ, അതായത് പീറ്റ് ഓൾറെഡി ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇനി നിറന് പീറ്റിനോട് ഫീലിങ്സ് ഉണ്ട് എന്നുള്ള രീതിയിൽ പീറ്റ് ഇത് എടുക്കുമോ എന്ന് നിറനൊരു ചെറിയ പേടിയുണ്ട്. പക്ഷെ ഇത് നിറന് പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയില്ല. അത് മനസ്സിലാക്കിയ പീറ്റ് നമ്മുടെ നിറനോട് പറയുന്നുണ്ട്, എനിക്കെല്ലാം മനസ്സിലായി, ഞാൻ മനസ്സിലായി എന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലായി തന്നെയാണ് അർത്ഥം, നീ പറഞ്ഞ് കഷ്ടപ്പെടേണ്ട, ആൻഡ് എനിക്ക് നിന്നെ വിശ്വാസമാണ് എന്നും കൂടെ പറയുന്നുണ്ട്. സോ ആ ടൈമിൽ പെട്ടെന്ന് നമ്മുടെ നിറൻ പറയുന്നുണ്ട്, നീ എല്ലാവരെയും അങ്ങ് കണ്ണുടച്ച് വേഗം തന്നെ വിശ്വസിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പീറ്റ് പറയുന്നുണ്ട്, എല്ലാവരെയും ഇല്ല, എനിക്ക് നിന്നെ വിശ്വാസമാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ രാത്രിയാണ് കാണിക്കുന്നത്. നമ്മുടെ പീറ്റാണ് ശരിക്കും ഉറങ്ങിയിട്ടില്ല. ആൻഡ് പീറ്റിന് മനസ്സിലായി നിറന് ഉറങ്ങിയിട്ടില്ലെന്ന്. ആൻഡ് പീറ്റ് അവിടെ കട്ടിലെ കിടന്നുകൊണ്ട് നിറനോട് ചോദിക്കുന്നുണ്ട്, എടാ ഇപ്പം നമ്മളിപ്പോൾ ഒരേ ആത്മാക്കളായിരിക്കും അല്ലേ ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ നിറം പറയുന്നുണ്ട്, അതെ. അപ്പോൾ നമ്മൾ ഒരേ ആത്മാക്കൾ, പിന്നെ നമ്മളിപ്പോൾ നമുക്ക് സങ്കടമോ സന്തോഷം എന്തുണ്ടെങ്കിലും നമ്മൾ ഒരുപോലെ ആയിരിക്കില്ലേ അത് ഷെയർ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നിറം അവിടെ നിന്ന് പറയുന്നുണ്ട്, അതെ. അപ്പം നമ്മുടെ പീറ്റ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്റെ പൈസ പൈസ എന്ന് കേട്ടപ്പോൾ തന്നെ നമ്മുടെ നിറൻ അവിടെ നിന്ന് പറഞ്ഞു, വേണ്ട, കാശ് തൊട്ട് കളിക്കേണ്ട, അത് ഷെയർ ചെയ്യുന്നില്ല, അത് എൻ്റെ മാത്രമാണെന്ന്. അപ്പം നമ്മുടെ പീറ്റ് പറയുന്നുണ്ട്, കള്ളപ്പന്നി, ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാണ്ട് ഉത്തരം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നിറം പറയുന്നുണ്ട്, അധികം ചിന്തിക്കാനൊന്നുമില്ല, മുമ്പ് കിടന്ന് ഉറങ്ങ്, ഇതിനെപ്പറ്റി വലിയ തമാശയൊന്നും വേണ്ട എന്നും പറഞ്ഞിട്ട് രണ്ടും കിടക്കുന്നുണ്ട്. നമ്മൾ നിറം ചിരിക്കുന്നതുകൊണ്ട് ദെൻ അവിടെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. നിറനാണെങ്കിൽ പീറ്റിനെയും കൊണ്ട് പല പല സ്ഥലത്തോട് പോവാണ്. കാരണം ഇപ്പം പീറ്റിനെന്ന് പറഞ്ഞാൽ കേൾവിശക്തി വല്ലാണ്ടായിട്ടുണ്ട്. സോ അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം, എവിടം വരെയുള്ള സൗണ്ടുകൾ എവിടം വരെ കേൾക്കാന്ന്. അങ്ങനെ ഇവർ 2-3 ദിവസമായിട്ട് അവിടെ ഇവിടെ എല്ലാം പോയി ഇങ്ങനെ കേൾവി, അവൻ്റെ ആ ഒരു ഹിയറിംഗ് എബിലിറ്റിനെ കുറിച്ചുള്ള പ്രാക്ടീസസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ ലാസ്റ്റ് ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. ആൻഡ് അവിടുന്ന് നമ്മുടെ പീറ്റ് പറയുന്നുണ്ട്, നിറൻ പീറ്റിനോട് പറയുന്നുണ്ട്, നീ ഒന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാൻ. അങ്ങനെ നമ്മുടെ പീറ്റ് ട്രൈ ചെയ്യുമ്പോൾ പീറ്റിന് എന്തോ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് സീൻ കട്ട് ചെയ്ത് നമ്മളെ കാണിക്കുന്നത് ഇവർ ആ ഒരു ഗ്യാങ് കൊണ്ടല്ലോ റിച്വലൊക്കെ ചെയ്യുന്നത്, അവരുടെ അടുത്ത് പോയി നിൽക്കുന്നതാണ്. ആൻഡ് ഇവർ ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ നമ്മുടെ ആ ഒരു ബുദ്ധിജീവി ഇത് എപ്പോഴാണ് ഈ കാര്യം നടത്തേണ്ടത് എന്നുള്ള ആ ഒരു സമയമൊക്കെ ഇങ്ങനെ ഗണിക്കുവാണ്. ആ ടൈമിൽ നമ്മുടെ അങ്കിള് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വിചാരം ഈ ഒരു ശക്തി എങ്ങനെയായിരിക്കും എന്നാണെന്ന് ചോദിക്കുമ്പോൾ ഇവർ പലത് പറയുന്നുണ്ട്, അതായത് വെള്ളം പോലെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്ന്. ആ ടൈമിൽ നമ്മുടെ അങ്കിള് പെട്ടെന്ന് പീറ്റിനോട് ചോദിക്കുന്നുണ്ട്, എടാ നീ എന്താണ് കേട്ടതെന്ന്. അപ്പോൾ പീറ്റ് പറയുന്നുണ്ട്, ഞാൻ കേട്ടത് വലിയൊരു സ്ട്രോം, ഒരു കൊടുങ്കാറ്റിൻ്റെ സൗണ്ട്, പിന്നെ ആരൊക്കെയോ അലറുന്ന സൗണ്ട്, പിന്നെ ഒരുപാട് മെറ്റൽസ് പൊട്ടിക്കുന്ന ഒച്ചയാണ് ഞാൻ കേട്ടതെന്ന്. ആ ടൈമിൽ നമ്മുടെ അങ്കിൾ പറഞ്ഞു, കറക്റ്റ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ വെള്ളവും തണ്ണിയൊന്നും അല്ല ആ ഒരു ദുഷ്ടശക്തി എന്ന് പറയുന്നത്, ആ ഒരു സാധനം എന്ന് പറയുന്നത് മെറ്റൽ ആണെന്ന്. അതായത് എന്തോ ഒരു ലോഹം പോലത്തെ സാധനമാണ് ഈ സംഭവം, അതിലേക്കാണ് ഇത് ആകർഷിക്കുന്നത്. ആൻഡ് ഇത് കേട്ടപ്പം നമ്മുടെ ബുദ്ധിജീവിക്ക് മനസ്സിലായി എങ്ങനെയാണ് സമയം കണ്ട്, പൂജയ്ക്കൊക്കെ ഒരു സമയം വേണമല്ലോ. ആൻഡ് അവൻ കറക്റ്റായിട്ട് ഡേറ്റും ഇതെല്ലാം സെറ്റ് ആക്കുവാണ്.
ആ ടൈമിൽ നമ്മുടെ അങ്കിൾ ഒരു കാര്യം പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയാൽ ഇത് വല്ലാത്ത ശക്തിയാണ്, നമ്മളെല്ലാം ചാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒന്ന് പേടിയാവുന്നുണ്ട്. എല്ലാവരും ഒന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പീച്ചിന്റെ കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ, അതിലൊരു ചെറുക്കൻ പറയുന്നു, നമ്മൾ ഇതിനെ പേടിക്കുന്നത്, നമ്മളെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ കൈ മുന്നോട്ട് നീട്ടുന്നുണ്ട്. ആ ടൈമിൽ പീച്ചിന്റെ ബാക്കി രണ്ട് കൂട്ടുകാരും നീട്ടുന്നുണ്ട്. ഇവരാണ് നിറനെ വലിച്ച് കൈ നീട്ടിപ്പിക്കുന്നുണ്ട്. പീറ്റും വരുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായിട്ട് എല്ലാവരും ഓക്കെ, ആ ഒരു ചലഞ്ച് ഏറ്റെടുത്തേക്കാം എന്നൊരു രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോവാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. രാവിലെ ഇവര് റിച്വലിന് തയ്യാറായിട്ട് നമ്മുടെ പീറ്റ് ആണെങ്കിൽ അവന് വേണ്ടിയിട്ട് ഇവര് മൂന്നെഴുതി, ഇപ്പൊ അവരെല്ലാം മൂ ആണല്ലോ. സോ പീറ്റിന് ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ വൂ ആവണമെന്ന്. അവൻ അതിന്റെ ഒരു ടീഷർട്ടൊക്കെ ഇട്ട് എല്ലാവരും ഇതൊരു യൂണിഫോം പോലെ ആക്കിയിട്ട് നിന്നിട്ട് റിച്വൽസ് തുടങ്ങുവാണ്. ആൻഡ് ഇവരെന്തോ ഒരു പേപ്പറൊക്കെ കത്തിച്ചൊരു വെള്ളത്തിനകത്തൊക്കെ ഇട്ടിട്ട് ആ വെള്ളം എല്ലാവരോടും തൊട്ട് കണ്ണിൽ വെക്കാൻ പറയുന്നു. കാരണം ഇത് വരുമ്പം അവർക്കതൊക്കെ അറിഞ്ഞ് ആ ഒരു രീതി ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ആ അങ്കിളാണെങ്കിൽ പീറ്റിന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവർക്കെല്ലാം ഒരു പ്രത്യേക തരം തുണി കൊണ്ട് കൊടുത്തിട്ട് അത് ഇടാൻ പറയുന്നുണ്ട്. അങ്ങനെ മൂന്ന് പിള്ളേരും അത് ഇട്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്തോന്ന് ഒരുമാതിരി സാക്രിഫൈസുകൾ ഇടുന്ന പോലെ, അതായത് ബലിമൃഗങ്ങൾ ഇടുന്ന പോലെ. അപ്പൊ അങ്കിൾ പറയുന്നുണ്ട്, അതേ പറഞ്ഞത് കറക്റ്റാണ്, നിങ്ങൾ മൂന്നുമാണ് ഇന്ന് ആ ഒരു ശക്തിനെ ആകർഷിക്കുന്ന ബലിമൃഗങ്ങൾ, നിങ്ങളെ കണ്ടിട്ടാണ് അത് ഇങ്ങോട്ട് വരാമെന്ന് പറയുന്നു. അപ്പൊ ഈ പിള്ളേർക്ക് പേടിയാവുന്നുണ്ട്. ആ ടൈമിൽ പീറ്റ് അങ്ങോട്ട് നടന്നു വന്നിട്ട് പറയുന്നുണ്ട്, എടാ പേടിക്കേണ്ട, നിങ്ങൾ ഒറിജിനൽ ആയിട്ടുള്ള ബലിമൃഗങ്ങളൊന്നും അല്ലല്ലോ, നിങ്ങളെ കണ്ടത് വന്നിട്ട് നിങ്ങളൊന്നും ചെയ്യത്തില്ല, അതങ്ങ് പോയി പൊക്കോളൂ, ഇങ്ങനെ പേടിക്കാതടാ എന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോൾ നമ്മുടെ അങ്കിൾ പറയുന്നുണ്ട്, ശരിയാണ്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പീറ്റ് പറഞ്ഞത് 100% ശരിയാണ്, നിങ്ങളതൊന്നും ചെയ്യില്ല, ഇവിടെ ശരിക്കും പേടിക്കേണ്ട ആരാന്ന് വെച്ചാൽ പീറ്റാണ്, ഇവനാണ് മെയിൻ സാധനം എന്ന് പറയുന്നു. ആ ടൈമിൽ പെട്ടെന്ന് പീറ്റ്, ഞാനോ, അതെങ്ങനെ പറഞ്ഞു, നിന്നെയാണ് ഞങ്ങൾ ആ ഒരു മെറ്റൽ, അതായത് അതിനെ ആകർഷിക്കാനുള്ള ഒരു സാധനമാക്കി നിർത്താൻ പോകുന്നത്. അപ്പൊ പീറ്റിരിക്കുന്നത്, അതെന്തിനാ ഞാൻ പറഞ്ഞു, നിന്റെ ഉള്ളിലാണ് ഇപ്പൊ ആ ഒരു ശക്തി ഉള്ളത്, ഡീമൺ എന്ന് പറഞ്ഞ ഒരു ഡീമൺ ഉള്ളത് നിന്റെ ഉള്ളിലാണ്. സോ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശക്തി നിനക്കാണുള്ളത്, അതുകൊണ്ട് നീയാണ് അതിനെ ആകർഷിക്കുന്നത്. അപ്പൊ നമ്മുടെ പീറ്റി ചോദിക്കുന്നുണ്ട്, ഇനി എനിക്കിതിനെ ആകർഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നീ മരിച്ചു പോകും, സിമ്പിൾ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ പീറ്റി ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഇവനെ കുറെ ചങ്ങല കൊണ്ട് ഇങ്ങനെ കെട്ടി നിർത്തിയേക്കുവാണ്. ആ ടൈമിൽ പീറ്റി പറയുന്നുണ്ട്, ഇപ്പൊ ഇവന്മാരെക്കാളിന് ഏറ്റവും വലിയ സാക്രിഫൈസ് ആയിട്ട് തോന്നുന്നത് എന്നെ കണ്ടിട്ടാണല്ലോ എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, സത്യമായ കാര്യമാണ്, ഒരു ചെറിയ പിഴവ് വന്നാൽ നീ അപ്പൊ സ്പോട്ടി മയ്യത്താവും മോനെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പീറ്റാണ് ഒന്നാമത് പേടിച്ചിരിക്കുകയാണ്. ഇനി അവൻ നിക്കറ മുള്ളാനും കൂടെ ബാക്കിയുള്ളൂ, അവൻ അത്രയ്ക്ക് പേടിച്ച് നിൽക്കുക. ആ ടൈമിൽ നമ്മുടെ നിറഞ്ഞെടുത്ത് പറയുന്നുണ്ട്, നീ മരിക്കുകയാണെങ്കിൽ ഞാനും മരിക്കും, സോ ഞാൻ എന്തായാലും നിന്നെ മരിക്കാൻ അനുവദിക്കത്തില്ല, അത് നീ പേടിക്കേണ്ട, നീ ധൈര്യമായിട്ടിരിക്കും, ഒന്നും സംഭവിക്കൂല എന്ന്. ആ ടൈമിൽ നമ്മുടെ അങ്കിള് പിന്നെയും പറയാണ്, നീ അവനെ വെറുതെ ആവശ്യമില്ലാത്ത മോഹന വാഗ്ദാനങ്ങളൊന്നും നൽകണ്ട, സത്യമായ കാര്യം ഞാൻ പറയാം, ഇവൻ പറയുന്നത് നീ വിശ്വസിക്കാൻ നിൽക്കേണ്ട പീറ്റെ, ഒരു ചെറിയ പിഴവ് പറ്റിയാൽ നീ തട്ടിപ്പോകും, ഒരു സംശയമില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ നല്ല പ്രൗഡായിട്ട് നമ്മുടെ ചേച്ചിയുടെ അടുത്ത് വന്നിട്ടുണ്ട്. ചേച്ചി പറഞ്ഞെടുത്ത്, എനിക്കൊരു 5 മിനിറ്റത്തേക്ക് ആ തീരുവാന്ന് അടച്ചു വെക്കാൻ പറ്റുമോ, ചെക്കൻ ഇങ്ങനെ പേടിപ്പിച്ച് കൊല്ലല്ലേ എന്ന് പറയുമ്പോൾ, ഞാൻ സത്യമായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞേ, പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞില്ല എന്നാരും പറയരുത് എന്ന് പറയുന്നു. നമ്മുടെ പീറ്റാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുവാണേ. ആ ടൈമിൽ നമ്മുടെ നിറന്റെ കഴുത്തെ കിടക്കുന്ന ഒരു മാല ഊരി പീറ്റിന്റെ കഴുത്തിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പീറ്റിന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്നെ ആരും ഒന്നും ചെയ്യത്തില്ല, നീ എന്നെ വിശ്വസിക്ക് എന്ന് പറഞ്ഞിട്ട് ധൈര്യം പകർന്നു കൊടുക്കുന്നുണ്ട്. ദെൻ ഇതിന് ശേഷം ഇവരെന്താണ്, റിച്വലെല്ലാം ആരംഭിക്കുകയാണ്. ആൻഡ് നമ്മുടെ പെണ്ണ് ചെണ്ട കൊട്ടുന്നുണ്ട്, ചെണ്ട എല്ലാ ഒരു സാധനം കൊട്ടുന്നുണ്ട്, ഇവരെന്തൊക്കെയോ മന്ത്രം ചെല്ലുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ശക്തി വരുവാണ്. ആ ശക്തി വന്നു കഴിയുമ്പോൾ ഇത് വരുന്നത് ഒരു വലിയൊരു മെറ്റലിന്റെ രൂപത്തിലാണ്, ഒരു വലിയ മെറ്റൽ ബോളിന്റെ രൂപത്തിലാണ്. ആൻഡ് ഇത് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവർ പെട്ടെന്ന് ഇവരുടെ കയ്യിൽ കുറച്ച് കണ്ണാടി പോലത്തെ സാധനമുണ്ട്, അതൊക്കെ ഇങ്ങനെ നേരെ പിടിക്കുമ്പോൾ അതിങ്ങനെ ഭയങ്കരമായിട്ട് അതിന്റെ ശക്തി റിഫ്ലക്ട് ചെയ്യുവാണ്. ഇത് ചെയ്യുന്നത് മുഴുവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പീറ്റിന്റെ ബോഡിയിലേക്കാണ്. പീറ്റിന്റെ ബോഡിക്കകത്തുള്ള ആ ഒരു ഡീമൺ ഇതിനെ വലിച്ചെടുക്കണം, അങ്ങനെയാണ് സംഭവം ചെയ്യുന്നത്. അപ്പൊ പീറ്റിന് ഒട്ടും പറ്റുന്നില്ല. എന്നാലും പീറ്റ് പറയുന്നുണ്ട്, സാരമില്ല, ഞാൻ ഇത് എങ്ങനെയെങ്കിലും നടത്തും, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ആ ഒരു റിച്വൽ ഭയങ്കര കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതിങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് ഫുൾ ഫോഗ് ആവുകയാണ്. ഫോഗ് എന്ന് പറഞ്ഞാൽ മുഴുവൻ പുകമയമാണ്, ആർക്കും ആരെയും കാണുന്നില്ല. അപ്പോൾ ഇവരിങ്ങനെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ തപ്പി നടക്കുവാന്ന്, എവിടെയെന്ന്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ചെണ്ട കൊട്ടുന്ന പെണ്ണിന്റെ അടുത്ത് എത്തുമ്പോൾ നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അതായത് മുന്നേ നമ്മുടെ ഈ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന്റെ ഏറ്റവും വലിയൊരു മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ഇത് ഫോഗായി മാറും, പിന്നെ നമ്മൾ ഇത് ഓരോരോ ഇല്യൂഷൻസ് കാണിക്കും. സോ നമ്മൾ അതിൽ ഒന്നും പതറാതെ നമ്മൾ നമ്മുടെ ആ ഒരു റിച്വൽ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക ചെയ്യേണ്ടതെന്ന്. ഇത് ഓർമ്മ വന്ന പെണ്ണ് എന്ത് ചെയ്യുന്നു, അവളുടെ ചുറ്റും ആരും ഇല്ലെന്ന് നമുക്ക് മനസ്സിലായി. എന്നാലും അവൾ ആ ഒരു ചെണ്ട ഓർക്ക കൊട്ടി ഇവരുടെ പേരും വിളിച്ച് ആ ഒരു താളത്തിൽ കൊട്ടിക്കൊണ്ടിരിക്കുക. ഇവർ കൊട്ടുന്നത് അവർക്ക് എവിടെയൊക്കെ കേൾക്കാം. അങ്ങനെ ഓരോരുത്തരായിട്ട് കാണിക്കുവാണേ. നമ്മുടെ പീറ്റിന്റെ ഓരോരോ ഫ്രണ്ട്സ്, ആദ്യം ഒരുത്തൻ വന്നു, പിന്നെ അവന്റെ മറ്റേ ഫ്രണ്ടിനെ കണ്ടുമുട്ടുന്നു. അങ്ങനെ 3 ഫ്രണ്ട്സ് ഒന്നിച്ച് വന്ന് നിൽക്കുവാണ്. ആ ടൈമിൽ അങ്ങോട്ട് നമ്മുടെ പീറ്റ് വരുവാണ്. പീറ്റ് വന്നിട്ട് പറഞ്ഞു, എല്ലാം കയ്യിൽ നിന്ന് പോയി മക്കളെ, ഇനിയും രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ, നിങ്ങളാണ് ഇവിടെ സാക്രിഫൈസുകൾ, സോ നിങ്ങൾ എന്താക്കണം, നിങ്ങളെ തന്നെ കൊല്ലണം എന്നും പറഞ്ഞിട്ട് ഒരു കത്തി എടുത്തിട്ട് ഇവരുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്, എന്നാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നും പറഞ്ഞിട്ട്. ആൻഡ് ആ ടൈമിൽ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട്, ഇത് പീറ്റ് അല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് വേറെ എന്തോ ഒരു ദുഷ്ടശക്തിയാണ് പീറ്റിന്റെ രൂപത്തിൽ വന്ന് ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. കാരണം ഇവർ പീറ്റ് പറയുന്നത് എന്തും കേൾക്കും, അതുകൊണ്ടാണ് പീറ്റിന്റെ രൂപത്തിൽ വന്നത്. പീറ്റാണ് അപ്പുറത്ത് ആ
അവനിങ്ങനെ തപ്പി നടക്കുന്നുണ്ട് ഇവരെ. ആ ടൈമിൽ പെട്ടെന്ന് പീറ്റിനെ ആരോ ചവിട്ടി ഇടുവാണ്. ആരാന്ന് വെച്ചാൽ പീറ്റിന്റെ ഉള്ളിലുള്ള ആ ഒരു കുരങ്ങൻ പോലത്തെ സാധനം. പീറ്റിന്റെ ഏറ്റവും വലിയ ഒരു ബലഹീനത എന്ന് പറയുന്നത് അതാണല്ലോ. അപ്പം ആ ഒരു ഇല്യൂഷൻ അതിനെ അവിടെ കൊടുക്കുവാണ്. ഇപ്പുറത്ത് നമ്മളെ ചേച്ചിയാണ് കാണിക്കുന്നത്. നമ്മുടെ ചേച്ചി എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ജെൻഡർ ആണ്. അപ്പോൾ സമൂഹം അവരെ കാണുന്നത് ഒരു വേറെ രീതിയിലാണല്ലോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചുറ്റും നിന്ന് അവരിങ്ങനെ കളിയാക്കുന്നതായിട്ടാണ് അവർക്ക് ഇല്യൂഷൻ വരുന്നത്. നേരെ ഇപ്പുറത്ത് നമുക്ക് നമ്മുടെ ബുദ്ധിജീവിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ബുദ്ധിജീവി എങ്ങനെയാന്ന് വെച്ചാൽ അവനെ പോലത്തെ തന്നെ ഒരു സാധനം അവിടെ ഉണ്ട്. അതായത് അവനെ പോലെ തന്നെ ഇരിക്കുന്ന, അവന്റെ ഫ്ലാഷ് ബാക്ക് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് നമുക്ക് അത് എങ്ങനെയാണ് അവന്റെ ബലഹീനത നമുക്ക് പറയാൻ പറ്റില്ല. അതിനെ കണ്ടുകൊണ്ട് നമ്മുടെ ബുദ്ധിജീവി ഇങ്ങനെ നിൽക്കുവാണ്. ഇപ്പുറത്ത് നമ്മുടെ നിറനെയാണ് കാണിക്കുന്നത്. നിറന്റെ ബലഹീനത എന്ന് പറയുന്നത് അവന്റെ ആ ഒരു പൂമ്പാറ്റ പോലത്തെ സാധനമാണ്. ആ പൂമ്പാറ്റ നേരെ വന്ന് അവനെ ചെന്ന് നിർത്തുന്നത് എവിടെയാന്ന് വെച്ചാൽ ചുറ്റും കണ്ണാടികളുള്ള ഒരു റൂമിലാണ്. അതിന്റെ റൂമിൽ അവന്റെ മുമ്പിൽ ഒരു യാവോ പോലത്തെ അവൻ ഫസ്റ്റ് ഇറക്കി വിടുന്ന കുറെ ശക്തികൾ ഉണ്ടായിരുന്നല്ലോ. ആ കുറെ ശക്തികളെ നടുക്കായിട്ട് ഇവനിങ്ങനെ നിൽക്കുവാണ്. ഇവരെല്ലാവരും ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് നിർത്തിയേക്കുന്നത് കാണിച്ചുകൊണ്ട് ആ ഒരു എപ്പിസോഡ് അവിടെ എൻഡ് ചെയ്യുവാണ്. സോ അടുത്ത എപ്പിസോഡ് ഇറങ്ങിയ പാടെ തന്നെ അത് ഇടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾസോ കമന്റും ചെയ്യുക കേട്ടോ. സോ എല്ലാവർക്കും ബൈ.